മാറ്റൊലികൊള്ളാത്ത താഴ്വരകളിൽ, മനുഷ്യന്റെ വിശ്വാസമറിയാത്ത വനാന്തരങ്ങളിൽ മഞ്ഞുറഞ്ഞ കാലത്തിന്റെ പാതകൾ വെട്ടി അവർ ചുവടുവെച്ചു ഈ മണ്ണിലേക്ക്. 250 സ്വതന്ത്ര വർഷങ്ങൾ കണ്ട അമേരിക്ക. അന്ന് ഈ മണ്ണിൽ കുരിശുകൾ ഉണ്ടായിരുന്നില്ല, കൊടികൾ ഉണ്ടായിരുന്നില്ല, അതിരുകൾ തീർത്ത ഭൂപടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ വൻമരങ്ങൾ ആകാശത്തോട് സംസാരിച്ചു, നദികൾ സ്വാതന്ത്ര്യത്തിന്റെ ഗീതങ്ങൾ പാടി. കടൽ കടന്നെത്തിയ വെളുത്ത പായ്ക്കപ്പലുകൾ ഈ തീരത്തെ ചോരയിൽ മുക്കുന്നതിന് മുൻപ് ഒരു ചരിത്രം ഇവിടെ ജനിച്ചിരുന്നു. തുരുത്തുകളുടെ രാജാവായ ആമയുടെ പുറത്ത് ടേർട്ടിൽ ഐലൻഡ് എന്ന പേരിൽ അനന്തമായ സൂര്യപ്രകാശത്തിൽ അത് തിളങ്ങി നിന്നു. ഇത് 250 വർഷം പിന്നിട്ട ലോകം ഇന്നും അടക്കി ഭരിക്കാൻ അഹങ്കരിക്കുന്ന അമേരിക്കയുടെ കഥയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി കടുത്ത മഞ്ഞിൽ പുരഞ്ഞു കിടന്ന കാലത്ത് ഇന്നത്തെ സൈബീരിയയ്ക്കും അലാസ്കയ്ക്കും ഇടയിൽ ഒരു ഹിമപാലം രൂപപ്പെട്ടു, ബെറിംഗ് ലാൻഡ് ബ്രിഡ്ജ്. ആ മഞ്ഞുപാതയിലൂടെ തണുപ്പിനെ വകഞ്ഞുമാറ്റി വേട്ടക്കാരായ മനുഷ്യരുടെ ആദ്യ സംഘങ്ങൾ ആ മണ്ണിലേക്ക് ചുവടുവെച്ചു. ചിലർ പസഫിക് തീരങ്ങളിലൂടെ വള്ളങ്ങളിൽ തുഴഞ്ഞുപോയി. നാം ഇന്ന് കാണുന്ന വൻ നഗരങ്ങൾക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മിസിസിപ്പി നദീതടത്തിൽ ഒരു നഗരം ഉയർന്നു വന്നിരുന്നു, കഹോക്കിയ. മണ്ണുകൊണ്ട് നിർമ്മിച്ച കൂറ്റൻ ഗോപുരങ്ങളായിരുന്നു ആ നഗരത്തിന്റെ പ്രത്യേകത. അതിൽ ഏറ്റവും വലുതായിരുന്നു മങ്സ് മൗണ്ട്. മനുഷ്യർ സ്വന്തം കൈകൾ കൊണ്ട് നികത്തിയ മണ്ണാണ് 100 അടി ഉയരത്തിൽ ഒരു മല പോലെ അവിടെ ഉയർന്നത്. അമേരിക്കൻ ആദിവാസികളുടെ ജീവനാടി 3 വിളകളായിരുന്നു: ചോളം, പയർ, മത്തങ്ങ. അവർ ഇതിനെ 3 സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചു. ചോളത്തിന്റെ തണ്ടിൽ പയർ ചെടികൾ പടർന്നു കയറി. പയർ മണ്ണിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകി. മത്തങ്ങയുടെ വലിയ ഇലകൾ മണ്ണിലെ ഈർപ്പം നിലനിർത്തി. കിഴക്കൻ വനമേഖലകളിൽ ജീവിച്ചിരുന്ന ഹൗഡനോസൗനി എന്ന ഗോത്ര കൂട്ടായ്മ ലോകത്തിന് തന്നെ ഒരു മാതൃകയായ ഒരു ഭരണഘടന നിർമ്മിച്ചു, ഗ്രേറ്റ് ലോ ഓഫ് പീസ്. 5 ഗോത്രങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച ഈ ജനാധിപത്യ സംവിധാനത്തിൽ സമാധാനവും ചർച്ചകളും വഴിയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. കൗതുകകരമായ കാര്യം, ഈ കൂട്ടായ്മയിലെ ഗോത്രമാതാക്കൾക്കായിരുന്നു ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനും മാറ്റാനുമുള്ള പരമാധികാരം. അങ്ങനെ ലക്കൂട്ടുകളും ചെറോക്കികളും ചീനിക്കുകളും തങ്ങളുടേതായ ഭാഷകളിലും സംസ്കാരങ്ങളിലും ആ മണ്ണിൽ ജീവിച്ചു പോന്നു. കടലിനോടും കാടിനോടും മല്ലടിച്ച് അവർ കെട്ടിപ്പടുത്ത ലോകം സമൃദ്ധമായിരുന്നു. 1607 ആ ചൂടുകാലത്ത് വിർജീനിയയിലെ തീരദേശ വനങ്ങളെ മൂടിയ കനത്ത മഴയ്ക്കും ആ കപ്പലുകളുടെ നാറ്റം കഴുകിക്കളയാൻ കഴിഞ്ഞിരുന്നില്ല. ഉണക്കാനിട്ട മാംസത്തിന്റെയും നനഞ്ഞ ഓക്കുമരങ്ങളുടെയും 4 മാസത്തോളമായി ഒരു തടിപ്പരപ്പിൽ തിങ്ങി ഞെരുങ്ങിക്കഴിഞ്ഞ 80ഓളം മനുഷ്യരുടെ വിയർപ്പിന്റെയും അസഹനീയമായ ദുർഗന്ധമായിരുന്നു അത്. ഒടുവിൽ കപ്പലെത്തി. പൈൻ കാടുകളുടെ ഉയർന്ന മരച്ചിലുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് പൊവാട്ടർ ഗോത്രത്തിലെ ചാരന്മാർ ആ തീരത്തേക്ക് നോക്കുമ്പോൾ ജെയിംസ് ടൗണിൽ കാലുകുത്തിയ ആ മനുഷ്യർ ഒരു ആഗോള സാമ്രാജ്യത്തിന്റെ വിത്തുപാകാൻ വന്നവരാണെന്ന് തോന്നിയിരുന്നില്ല. അവർക്ക് മരിക്കാൻ മറന്നുപോയ പ്രേതങ്ങളുടെ രൂപമായിരുന്നു. വിളറി വെളുത്ത് വാരിയലുകൾ ഉന്തി ഈർപ്പമുള്ള ആ കഠിനമായ ചൂടിലും ഭാരമേറിയ കമ്പിളി വസ്ത്രങ്ങളും ഇരുമ്പ് നെഞ്ചുറകളും ധരിച്ച് അവർ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ലോഹശബ്ദം മുഴങ്ങി. അവർക്ക് ഒരു മാനിനെ പോലും വേട്ടയാടാൻ അറിയില്ലായിരുന്നു. ചതുപ്പിലെ പച്ചച്ചെടികൾ വിഷമാണെന്ന് തിരിച്ചറിയാനുള്ള അറിവില്ലായിരുന്നു. കയ്യിലുള്ള റേഷൻ സാധനങ്ങൾ ചീഞ്ഞു പോകുമ്പോഴും അവർ അവിടെ ഇല്ലാത്ത സ്വർണത്തിനായി മണ്ണ് മാന്തിക്കൊണ്ടിരുന്നു. അന്ന് പൊവാട്ടർ ഗോത്രങ്ങളുടെ ചക്രവർത്തിയായ വാഹൻസനാകവനിലേക്ക് തോന്നിയിരുന്നെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ഈ ഇംഗ്ലീഷ് പരീക്ഷണത്തെ അവർക്ക് എന്നേക്കുമായി അവസാനിപ്പിക്കാമായിരുന്നു. കല്ല് മുനവെച്ച ഒരൊറ്റ അമ്പുകളുടെ മഴ മതിയായിരുന്നു ആ അധിനിവേശ കേന്ദ്രത്തെ ഒരു ശ്മശാനമാക്കാൻ. എന്നാൽ തന്റെ അനേകം ഭാര്യമാർക്കും പുരോഹിതന്മാർക്കും നടുവിലിരുന്ന ആ വൃദ്ധനായ ഗോത്രത്തലവൻ പഴയകാല തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയായിരുന്നു. ചെസാപീക്ക് താഴ്വരകളുടെ അതിരുകൾക്കായി ഗോത്രങ്ങൾ ചോരയൊഴുക്കിയ ആ വലിയ രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ തോക്കുകളേന്തിയ ഈ വെളുത്ത അപരിചിതർ അവർക്ക് കീഴടക്കാനെത്തിയ ശത്രുക്കളായിരുന്നില്ല. ശത്രുക്കളായ മൊണോക്കൻ ഗോത്രങ്ങൾക്കെതിരെ ഒരു പരിചയായി നിർത്തി ആഹാരം നൽകി വളർത്തേണ്ട വെറുമൊരു കരു. എന്നാൽ പുകയില എന്ന വിള ആ ചരിത്രത്തെ മാറ്റിമറിച്ചു. പെട്ടെന്ന് ആ കോളനി വെറുമൊരു കച്ചവട കേന്ദ്രമല്ലാതെയായി. അതൊരു വാണിജ്യ യന്ത്രമായി മാറി. പുകയില മണ്ണിന്റെ ഫലഭൂഷ്ഠത 3 വിളവെടുപ്പ് കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒന്നായിരുന്നു. അതിന് കൂടുതൽ മണ്ണ് വേണമായിരുന്നു. കാടുകൾ വെട്ടിത്തളിക്കേണ്ടിയിരുന്നു. അതോടെ വെള്ളക്കാരായ അതിഥികൾ പെരുകാൻ തുടങ്ങി. അവർ ആയിരക്കണക്കിന് കോടാലികളും നുകങ്ങളുമായി
ഇരച്ചു കയറി. ഒപ്പം അവരുടെ ചോരയിൽ ഒളിപ്പിച്ചിരുന്ന അദൃശ്യനായ ഒരു ജൈവ പടയാളിയെ കൂടി അവർ ആ മണ്ണിലേക്ക് തുറന്നുവിട്ടു. വസൂരി. അമേരിക്കൻ മണ്ണിൽ വെള്ളക്കാരന്റെ അധിനിവേശത്തിന്റെ ആദ്യത്തെ ഇരയും അതേസമയം ആദ്യത്തെ വലിയ രാഷ്ട്രീയ പകിടയുമായിരുന്നു ചക്രവർത്തിയുടെ മകൾ പോക്കഹോണ്ടാസ്. അതെ, അവൾ തന്നെ ഡിസ്നി പ്രണയകഥയിലെ നായിക. യഥാർത്ഥ ചരിത്രത്തിൽ പൊറുക്കാൻ പറ്റാത്ത ഒരു വഞ്ചനയുടെ ഇര. ആ കഥയിൽ തുടങ്ങി ഭരണകൂടമായി മാറിയ അമേരിക്കയുടെ കഥ അടുത്ത ഭാഗത്തിൽ.